ഹായ് ഓൾ, ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് കക്കയിറച്ചി ഉണ്ടാക്കുന്നതിൻ്റെ ഒരു റെസിപ്പിയാണ്. ചെറിയ കക്കയിറച്ചി ആണെങ്കിലും വലുതാണെങ്കിലും നമ്മൾ എപ്പോഴും നല്ലതുപോലെ ക്ലീൻ ചെയ്തിട്ട് മാത്രം യൂസ് ചെയ്യുക. ഇതൊരു ഷെൽഫിഷ് ആയത് കാരണം ഈ പ്രോൺസ് പോലുള്ളതിൻ്റെ അലർജി ഉള്ളവർക്ക് ഇതും ഒരു അലർജി ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ മാക്സിമം നല്ലതുപോലെ ക്ലീൻ ചെയ്തിട്ട് യൂസ് ചെയ്യുക. ഇവിടെ ഞാനിപ്പം കക്കയിറച്ചി വേവിക്കാനായിട്ട് അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് ഇതൊന്ന് വേവിക്കണം. ഇതിൻ്റെ അകത്തുനിന്ന് തന്നെ വെള്ളം ഇറങ്ങും, എന്നാലും ഇച്ചിരി ഒരു വെള്ളം ഒഴിച്ചിട്ട് വേവിക്കുന്നത് നല്ലതാണ്. ഈ വെള്ളം തന്നെ നമുക്ക് ലാസ്റ്റിൽ ഈ മസാലയൊക്കെ ഒന്ന് മിക്സാക്കാൻ വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ്. അത് കാരണം നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഈ കക്കയിറച്ചിക്ക് നല്ല ബെനിഫിറ്റ്സ് ഉണ്ട്. കക്കയിറച്ചി നമ്മുടെ തൈറോയിഡ് ൻ്റെ മരുന്ന് ടാബ്ലറ്റ് എടുക്കുന്നവർക്കാണെങ്കിൽ അയഡിൻ്റെ ഒരു സപ്ലിമെൻ്റായിട്ട് നമുക്ക് കക്കയിറച്ചി യൂസ് ചെയ്യാം. പിന്നെ കാൽഷ്യം, അയൺ ഒക്കെ നമുക്ക് കിട്ടുന്ന ഒരു സോഴ്സാണ് കക്കയിറച്ചി. പക്ഷേ ഇത് ക്ലീനായിട്ട് നല്ല വൃത്തിയായിട്ട് യൂസ് ചെയ്യാൻ മാത്രം ശ്രദ്ധിക്കുക. ഇപ്പോൾ ഈ കക്കയിറച്ചി നല്ലതുപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനിയും ഈ ബാക്കി വന്ന വേവിച്ച വെള്ളം നമ്മളൊന്ന് മാറ്റി വെക്കുകയാണ്. ഇത് നമുക്ക് ലാസ്റ്റിൽ ആവശ്യമുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് ഫ്രൈ ചെയ്യാനാണ്, അപ്പോൾ ഒരു അത്യാവശ്യം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ തേങ്ങാക്കൊത്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. തേങ്ങാക്കൊത്ത് ഒരു ഗോൾഡൻ കളറാകുമ്പോഴത്തേക്കിന് നമുക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഈ തേങ്ങാക്കൊത്തും കുരുമുളകുമാണ് ഇതിൻ്റെ മേജർ ഹൈലൈറ്റ്. അപ്പോൾ നമ്മളിത് ഒത്തിരി കരിഞ്ഞു പോകാതെ ഒരു ഗോൾഡൻ കളർ ആവുന്നിടം വരെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് നമുക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളി ഞാനിവിടെ ചെറിയ ഉള്ളി അരിഞ്ഞതാണ് ചേർക്കുന്നത്. നമ്മുടെ ആവശ്യത്തിനുള്ള ചെറിയ ഉള്ളി അരിഞ്ഞതാണ് എടുക്കുന്നത്. സവാള ഉള്ളി ചേർത്ത് കൊടുക്കുന്നില്ല. ഇത് ഇട്ടതിന് ശേഷം ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ ഉപ്പിടുന്നത് എടുക്കാൻ വിട്ടുപോയി. ഉപ്പൊക്കെ ഒന്ന് ഇട്ടിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഈ ഉള്ളിയും നല്ലതുപോലെ വഴണ്ട് നല്ല ഗോൾഡൻ കളറാകുമ്പോഴേ നമ്മൾ ബാക്കിയുള്ള ചേരുവകൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാവും. ഇത് നമ്മൾ ഫ്രൈ ചെയ്യാനുള്ളതായതുകൊണ്ട് നമ്മൾ അത്യാവശ്യം നല്ലതുപോലെ വഴണ്ട് വരുന്നത് വരെ എല്ലാ കാര്യവും ചെയ്തെടുക്കുക. പിന്നെ തേങ്ങാക്കൊത്ത് കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, പിന്നെ വെളുത്തുള്ളി ഇത് ചതച്ചതിട്ട് കൊടുക്കാം. നമ്മൾ ചതച്ച് ചേർത്ത ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതൊക്കെ ഒന്ന് മൂത്തൊന്ന് വരുമ്പോഴത്തേക്കിന് നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കുക. ഫസ്റ്റ് ഞാൻ ഇടുന്നത് മുളക് പൊടിയാണ്. മുളക് പൊടി ഒരു 2 ടേബിൾ സ്പൂണ്. പിന്നീട് മല്ലിപ്പൊടി ഒരു 1.5 ടേബിൾ സ്പൂൺ എടുക്കുന്നുണ്ട്. പിന്നീട് ഗരം മസാല ഞാനിവിടെ ഒരു 1/2 ടേബിൾ സ്പൂൺ എടുക്കുന്നുണ്ട്. ഞാനെല്ലാം ഇവിടെ ടീസ്പൂണിലാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അതാണ് പലതവണയായിട്ട് ഇട്ട് കൊടുക്കുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞത് ടേബിൾ സ്പൂണിൻ്റെ കണക്കാണ്. നിങ്ങൾ ടേബിൾ സ്പൂൺ ആണെങ്കിൽ ആ ഒരു കണക്കിൽ ഇട്ട് കൊടുക്കുക. നമ്മുടെ ഈ ചട്ടിയോ പാത്രമോ എന്തെങ്കിലും ചൂടാണെങ്കിൽ നമ്മൾ എപ്പോഴും സെപ്പറേറ്റ് എടുത്ത് വെച്ചിട്ട് ഒരുമിച്ച് ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക, ഇല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. പണ്ട് നേരത്തെ ഇവിടെ ഈ കക്കയിറച്ചി എല്ലാ വ്യാഴാഴ്ചയും കിട്ടുമായിരുന്നു. ഈ ഇടയ്ക്ക് ഞാനിങ്ങനെ എറണാകുളത്തുനിന്ന് വന്ന് വീട്ടിലോട്ട് വരാൻ നേരത്തെ ഒരു കക്കയിറച്ചിക്കാരൻ അതും കൊണ്ട് വരുന്ന ഒരാളെ കണ്ടു. അപ്പോൾ ഞാൻ മമ്മിയോട് പറഞ്ഞിട്ട് പെട്ടെന്ന് വാങ്ങിച്ചാൽ, കാരണം പണ്ട് എല്ലാ ആഴ്ചയിലും കൊണ്ടുവരുമായിരുന്നു. ഇപ്പോൾ ആളെ കാണാനില്ല. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് എപ്പോഴും കിട്ടാറില്ലല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് കണ്ടപ്പോൾ ഞാൻ വാങ്ങിച്ചു. പക്ഷേ ഇത് വളരെ ചെറിയ കക്കയിറച്ചിയാണ്. വളരെ ചെറുതെന്നല്ല, എനിക്ക് ചെറിയ കക്കയിറച്ചിയാണ് ഇഷ്ടം. ഈ ചെറിയ ചൂട നത്തോലി ഉണ്ടല്ലോ, അതാണെങ്കിലും കക്കയിറച്ചിക്കാണെങ്കിൽ എനിക്ക് ചെറുത് തന്നെയാണ് ഇഷ്ടം. എന്തോ എനിക്ക് അങ്ങനെ ഫ്ലഷി ആയിട്ടിരിക്കുന്ന ഇഷ്ടമല്ല. ഇതെല്ലാം ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കിന് നമുക്ക് തക്കാളി അരിഞ്ഞ് വെക്കാം. കാരണം ഈ മസാലയും എല്ലാം ഒന്ന് മൂത്ത് വന്നതിന് ശേഷം മാത്രം തക്കാളി ഇട്ട് കൊടുക്കുക. ഇല്ലെങ്കിൽ തക്കാളി ഇടുമ്പോൾ ഒരു വെള്ളത്തിന് അംശമുള്ളതുകൊണ്ട് ഇത് ഒന്ന് മൂത്ത് വരാൻ കുറച്ച് പ്രയാസമായിരിക്കും. പിന്നെ ഞാനിവിടെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു 1.5 തക്കാളി ഇട്ട് കൊടുക്കാം. ഈ തക്കാളി എല്ലാം ഒന്ന് വെന്ത് ഉടഞ്ഞു വന്നിട്ട് ഇതൊരു അത്യാവശ്യം നല്ലൊരു ഗ്രേവി ആകുമ്പോഴത്തേക്കിനാണ് ഇനി ബാക്കി ഈ വേവിച്ച് വെച്ചിരിക്കുന്ന കക്കയിറച്ചി ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ഏത് കറി ഉണ്ടാക്കുകയാണെങ്കിലും നമ്മളെല്ലാം മൂത്ത് വന്നതിന് ശേഷം മാത്രം തക്കാളി ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ്. ഇനി ഇതെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ട് നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കക്കയിറച്ചി ഇട്ട് കൊടുക്കാം.
കക്കയെപ്പറ്റി പറയുമ്പോൾ നമ്മൾ കേരളക്കാർക്ക് അഭിമാനമായ ഒരു കാര്യം തന്നെയുണ്ട്. അതായത് അഷ്ടമുടി കായലിലെ കക്കയ്ക്കാണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ എക്കോ ലേബലിംഗ് കിട്ടിയത്. അത് MSW മെറൈൻ സ്റ്റുവർഡ്ഷിപ്പ് കൗൺസിൽ കൊടുത്തൊരു അംഗീകാരമാണ് ഈ അഷ്ടമുടി കായൽ കക്കയ്ക്ക്. അത് കാരണം ഇത് ഇൻ്റർനാഷണൽ മാർക്കറ്റിലേക്ക് കയറ്റി അയക്കപ്പെടുന്ന ഒരു കാര്യം നമ്മുടെ ഇന്ത്യയിൽ നിന്ന്, കേരളത്തിൽ നിന്ന് തന്നെ ഈ ഒരു അഷ്ടമുടി കായൽ കക്കയാണ്. ഇതിപ്പം കണ്ടോ, എല്ലാം വിട്ട് വിട്ട് പോലെ കിടക്കുന്നത്. അപ്പോൾ ഈ ഒന്ന് പെരണ്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചേർത്ത് കൊടുക്കുന്നത്. വേറെ കറികൾ പോലും ഒരുപാടൊന്നും ഒഴിച്ചു കൊടുക്കില്ല, ഒരു 1/4 കപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് എണ്ണയിലിട്ട് ഒന്നുകൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണെങ്കിൽ നമ്മുടെ കക്കയിറച്ചി റെഡിയാവും. ഇനിയും കക്കയിറച്ചിയൊക്കെ കിട്ടുമ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു.